തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു സുപ്രീംകോടതി. ഇടക്കാല ഉത്തരവുകളിലൂടെ നിയമനിർമ്മാണങ്ങൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അപേക്ഷകൾ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ന് കോടതി നടത്തിയ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിന് എതിരെയുള്ള ഹർജിയൊക്കെയാണല്ലോ. അപ്പോൾ അതിലെന്താണ് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലേക്കാകും ഹർജികളുടെ പോക്ക്? അനുജ, ഇന്ന് സുപ്രീംകോടതിയുടെ ഇതിലുള്ള നിരീക്ഷണം എന്നുള്ളത് ഈ ഇടക്കാല ഉത്തരവുകളിലൂടെ ഇത്തരം നിയമനിർമ്മാണങ്ങളിൽ ഒരു സ്റ്റേ നടത്തുവാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മറിച്ച് ഇത് കൂടുതൽ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇതിലേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ അപേക്ഷകളും ഈ വരുന്ന വ്യാഴാഴ്ച പരിഗണിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നത്. പ്രധാനമായും ഹർജിയിൽ ആരോപിക്കുന്നത് ഇനി ഒരു സ്വതന്ത്ര അംഗം ഇല്ലാത്ത ഈ ഒരു പുതിയ നിയമന സമിതി അത് അതിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. കാരണം സ്വതന്ത്ര അംഗത്തെ ഒഴിവാക്കി നിലവിലിപ്പോൾ ആ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്. അതൊരിക്കലും ഉചിതമായ ഒന്നല്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ ഒരു ഭരണപക്ഷത്തിന്റെ ആധിപത്യം പ്രകടമാകുന്നതാണ് ഈ നിയമന സമിതി എന്നുള്ളതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ വാദങ്ങൾക്കിടയിൽ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സ്വതന്ത്ര അംഗത്തെ നീക്കി ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ടുവന്നത് അത് ശരിയായ നടപടിയല്ല. ഒപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടാണ് യോഗം വിളിച്ചു ചേർത്തതും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചത് എന്നുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുകയുണ്ട്. എന്തായാലും ഇതെല്ലാം പരിശോധിച്ചാണ് ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഒരു സ്റ്റേ നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തീർത്തു പറഞ്ഞത്. എന്തായാലും ഇനി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും വിശദമായ വാദങ്ങളെല്ലാം സുപ്രീം കോടതി കേട്ടുകൊണ്ടായിരിക്കും ഇതിലൊരു തുടർ നടപടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അതെ, ആ നടപടി എന്തോ എന്നുള്ളതും വളരെ നിർണായകമാകും.